ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭുജംഗാസനമാണ്. ഭുജംഗാസനം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ ഒരു ആസനമാണ് ഭുജംഗാസനം. ഇപ്പൊ സ്ത്രീകൾക്കുണ്ടാകുന്നതായിട്ടുള്ള നടുവിന് വേദന, നട്ടെല്ലിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങള്, അതുപോലെ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആസനമാണ് ഭുജംഗാസനം. ഏതൊരു ആസനമായാലും 1-2 ദിവസം കൊണ്ട് 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ള ആ ഒരു ധാരണയങ്ങ് മാറ്റുക. നിങ്ങൾക്ക് പയ്യെ പയ്യെ ദിവസങ്ങൾ മുന്നോട്ടുണ്ടല്ലോ, പയ്യെ പയ്യെ ചെയ്ത് ഈസി ആക്കാൻ പറ്റിയ ഒരു ആസനമാണ്. ഏതൊരു ആസനമായാലും ചെയ്യാൻ പറ്റിയത് രാവിലത്തെ സമയമാണ്. രാവിലെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളം വല്ലതും ഒന്ന് കുടിച്ചോ കുറച്ച്, എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ ആ രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല. ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നല്ല വായുസഞ്ചാരമുള്ള ഒരു റൂമിലിരുന്ന് ചെയ്യാൻ നോക്കുക. അതുപോലെ വെളുപ്പിനെ ആവുന്നു, നല്ല വെട്ടം വേണം എന്നുള്ളത് വിചാരിച്ച് ചെയ്യല്ലേ, ഒരു മങ്ങിയ വെളിച്ചത്തിലിരുന്ന് യോഗ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ഭുജംഗാസനം എന്ന് പറയുന്നത് കമിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു ആസനമാണ്. ആദ്യം കൈ ഇതേപോലെ നീട്ടി വെച്ച് നിവർന്ന് കിടക്കാം. നെറ്റി തറയിൽ മുട്ടിക്കാം. കാലുകൾ രണ്ടും അടുപ്പിച്ച് പിടിക്കണം. സാവകാശം കൈ രണ്ടും ഷോൾഡറിന്റെ ലെവല് കൊണ്ടുവരണം. ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം വെളിയിലേക്ക് വിടുക. അടുത്ത ഒരു ദീർഘശ്വാസം എടുക്കുമ്പോൾ തല പതുക്കെ ഉയർത്തുക. നെഞ്ചുയരുക, കൈ ഉയരുക. ഷോൾഡർ ഇങ്ങനെ മുകളിലേക്ക് ആക്കി പിടിക്കരുത്. ഷോൾഡർ മാക്സിമം നിവർന്ന് നിന്ന് ഇതേപോലെ തറയിൽ കുത്തുക. ശ്വസിച്ചുകൊണ്ടേയിരിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പഴയപടി തന്നെ തറയിലേക്ക് വീഴുക. ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. അടുത്ത ഒരു ശ്വാസം എടുത്തുകൊണ്ട് പതിയെ ഉയരുക. ഷോൾഡർ ഒട്ടും തന്നെ ഇങ്ങനെ ആയി പോകരുത്. നമ്മുടെ നട്ടെല്ലിന് വരുന്നതായിട്ടുള്ള ഒരു മുറുക്കമുണ്ട്, അത് അനുഭവിച്ചറിയുക. വീണ്ടും താഴേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. വീണ്ടും വിട്ടുകൊണ്ട് താഴേക്ക്. ഇതുപോലെ ഒരു 5 പ്രാവശ്യം നിങ്ങൾക്ക് എത്ര സമയം ചെയ്യാൻ പറ്റുന്നോ അത്രയും സമയം ഇതുപോലെ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വന്ന് കൈപ്പത്തി രണ്ടും നെറ്റിയുടെ അടിയിൽ വെച്ച് വിശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പം പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആദ്യത്തെ 2-3 ദിവസം ഒരു പ്രയാസമായിട്ട് തോന്നും, പക്ഷെങ്കിൽ അത് പയ്യെ ചെയ്തത് ശീലമാക്കാവുന്നതാണ്.